6 പീസ് വരുന്ന കാടയുടെ ഒരു പാക്കറ്റിന് 1 BD ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ കഴിഞ്ഞ ദിവസം ലുലുവിൽ. അപ്പോൾ അവിടുന്ന് ഓഫർ കണ്ടപ്പോൾ 2 പാക്കറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിന്ന് കുറച്ചെടുത്തിട്ട് ഇന്ന് ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് കാട റോസ്റ്റ് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. ഇതിങ്ങനെ കാണുമ്പോഴേ തവളേനെ ഓർമ്മ വരിക. അപ്പോൾ ആദ്യം തന്നെ കാടയൊക്കെ നല്ലപോലെ കഴുകി ക്ലീൻ ചെയ്തതിന് ശേഷം മുളക് പൊടി, കാശ്മീരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, കോൺഫ്ലോർ, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, നാരങ്ങ നീര്, ഉപ്പ്, കുറച്ച് ഓയിൽ ഇതെല്ലാം കൂടി ചേർത്തുണ്ടാക്കിയ മസാല ഈ കാടയ്ക്ക് അത് നല്ലപോലെ തേച്ച് പിടിപ്പിച്ച് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അതിന് ശേഷം ഇത് ഓയിലിട്ടിട്ട് നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കുക. ഫ്രൈ ചെയ്തപ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി വേറൊരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിനകത്ത് എണ്ണ വെച്ച് ചൂടായി കഴിയുമ്പോൾ കുറച്ച് പെരിഞ്ചീരകം ഇട്ട് പൊട്ടിക്കുക. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് ഒന്ന് മൂപ്പിച്ചതിന് ശേഷം സവാളയും കറിവേപ്പിലയും ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം തക്കാളി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലപോലെ വഴറ്റിയതിന് ശേഷം മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, ചിക്കൻ മസാല ഇത്രയും പൊടികൾ ചേർത്ത് പൊടികളുടെയൊക്കെ പച്ചമണം മാറി കഴിയുമ്പം നല്ല ചൂടുള്ള 1/2 ഗ്ലാസ് വെള്ളം ഒഴിക്കുക. കൂട്ടത്തിൽ തന്നെ കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിക്കുക. എന്നിട്ട് ഇതൊന്ന് തിളച്ച് വരുമ്പം അതിനകത്തേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന കാട ഇട്ട് കൊടുക്കുക. എന്നിട്ട് കാടയിലേക്ക് ആ മസാലയൊക്കെ നല്ലപോലെ ഇളക്കി ചേർത്ത് അതിനുശേഷം ഇതിലേക്ക് നല്ല കട്ടി കുറച്ച് തേങ്ങാപ്പാൽ ചേർത്ത് മിക്സ് ചെയ്ത് കുറുകി വരുമ്പോൾ അവസാനമായിട്ട് ചെറുതായിട്ട് അരിഞ്ഞ് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്തിട്ട് തീ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല കിഡിലൻ കാട റോസ്റ്റ് റെഡി. ഈ ഒരു ഒറ്റ ഐറ്റം മതി കേട്ടോ, ഒരു പാത്രം ചോറുണ്ടാൻ നല്ല ടേസ്റ്റ് ആണ്.